ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ചെമ്പാൻ തേങ്ങ അരച്ച് അതിൽ കുടംപുളി ചേർത്തിട്ട് വെച്ചതാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു കറിയാണ്. ചെമ്പാൻ മീൻ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒരു 1/2 കിലോ മീനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വളരെ രുചിയുള്ള ഒരു മീനാണ് കേട്ടോ നമ്മുടെ ഈ ചെമ്പാൻ മീൻ. മീൻ കറിക്ക് ആവശ്യമായ തേങ്ങ ഒരു അരമുറി തേങ്ങ എടുക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 ചുവന്നുള്ളി ചുള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് 1/2 കപ്പ് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 4 പച്ചമുളക് നടുക്കീറിയതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത തേങ്ങ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു വലിയ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയുടെ ജാറൊന്ന് കുലുക്കിയതിന് ശേഷം ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 4 ഇതൾ കുടംപുളിയാണ് കേട്ടോ ഇത്. ഞാനിത് തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളക്കാനായിട്ട് വെക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തിളച്ച് വരുമ്പോൾ കറി തിളച്ച് വരുന്ന സമയത്തേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ മീനും ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ. മൂടി അടച്ച് വെച്ചതിന് ശേഷം വേവിക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മുടെ മീൻ കറി ഒന്ന് താളിക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 5-6 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ മീൻ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കറി റെഡി. സൂപ്പർ മീൻ കറി. മണം കേട്ടാൽ തന്നെ ഒരു പറ ചോറുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റും രുചികരവുമായ ഒരു മീൻ കറിയാണ്. ചെമ്പാൻ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.